ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വർണ്ണക്കാഴ്ചകളിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ കഥയിലാണെങ്കിൽ പ്രീത അച്ചമ്മയെ ഹോസ്പിറ്റൽ ഡോക്ടറിൻ്റെ അടുത്ത് എത്തിക്കുന്നു. എത്തിച്ചതിന് ശേഷം വീണ്ടും പൃഥ്വിയുടെ അടുത്ത് എത്തുകയാണ്. പൃഥ്വിയോട് പറയാണ്, എനിക്ക് നിങ്ങളോടൊരു കാര്യം സംസാരിക്കാനുണ്ടെന്ന്. പൃഥ്വി പക്ഷേ പ്രീത പറയുന്നത് കേൾക്കാൻ തയ്യാറാകുന്നില്ല. പ്രീതയോട് പറയണം, എനിക്ക് പോലീസ് സ്റ്റേഷനിൽ പെട്ടെന്ന് തന്നെ പോകണം, എന്നെ പോലീസുകാർ വിളിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറയുന്നു. പ്രീതയ്ക്കാണെങ്കിൽ അത് കേൾക്കുമ്പോൾ ഒത്തിരി വിഷമമാകുന്നുണ്ട്. പ്രീത പറയാണ്, നിങ്ങളാണെങ്കിൽ ഞങ്ങൾക്ക് വേണ്ടി ഒത്തിരി കഷ്ടപ്പെടുന്നുണ്ടല്ലോ, ഞാൻ അതിനെക്കുറിച്ചൊന്നും ചിന്തിച്ചില്ല എന്നൊക്കെ പറയാണ്. പൃഥ്വിയാണെങ്കിൽ പ്രീതയോട് പറയണം, ഞാൻ നിന്നെ വിവാഹം കഴിക്കാൻ പോവുകയല്ലേ, അതുകൊണ്ട് നിനക്ക് വേണ്ടി എന്ത് ചെയ്യുന്നതിലും എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല എന്ന് പറഞ്ഞിട്ട് പൃഥ്വി അവിടെ നിന്ന് പോവുകയാണ്. പൃഥ്വിയാണെങ്കിൽ ശരിക്കും ധൃതി പിടിച്ച് പോകുന്നത് നിഖിലിന് പണം കൊടുക്കാൻ വേണ്ടിയാണ്, ഓഫീസിൽ പോയി പണം എടുക്കാൻ വേണ്ടി. അതുമാത്രമല്ല, ഇന്ന് ഷേർലിൻ്റെ കൂടെ ഒരു ഫിലിം കാണാൻ പോകണമെന്നും വിചാരിച്ചതാണ്, അത് ഈ പ്രീത കാരണം നടന്നില്ലല്ലോ എന്നൊക്കെ പൃഥ്വി വിചാരിക്കുകയാണ്. പൃഥ്വിയാണെങ്കിൽ ഷേർലിനെ വിളിക്കാൻ വേണ്ടി ഫോൺ എടുക്കാൻ നോക്കുന്നു. ഫോൺ ആണെങ്കിൽ കാണുന്നില്ല. പെട്ടെന്ന് പ്രീതയുടെ കയ്യിലാണ് ഫോൺ കൊടുത്തതെന്ന് ഓർമ്മ വരുന്നു. വിചാരിക്കുകയാണ്, പെട്ടെന്ന് ഷേർലിൻ ബേബി ഫോൺ വിളിച്ചാൽ എന്ത് ചെയ്യും, ഉടനെ തന്നെ പ്രീതയുടെ അടുത്ത് പോയിട്ട് ഫോൺ എടുക്കണമെന്ന് വിചാരിച്ചിട്ട് ഓടിപ്പോവുകയാണ് മുകളിലേക്ക് വീണ്ടും. അതേസമയം നമ്പ്യാർ കുടുംബത്തിലാണെങ്കിൽ ഷേർലിൻ നടന്നു വരുമ്പോഴാണെങ്കിൽ വേലക്കാരനെ തട്ടിയിടിച്ച് കപ്പെല്ലാം താഴെ വീഴുന്നു. അത് കണ്ടിട്ടാണെങ്കിൽ ഷേർലിനാണെങ്കിൽ വേലക്കാരനോട് ചൂടാവുകയാണ്. കാർത്തികയാണെങ്കിൽ അത് കണ്ടിട്ട് വരികയാണ്. കാർത്തികയാണെങ്കിൽ അയാളെ രക്ഷപ്പെടുത്തുകയാണ്. എന്നിട്ട് ഷേർലിനോട് പറയാണ്, ഇത്രമാത്രം ചൂടാകേണ്ട ആവശ്യമൊന്നുമില്ല, അതിന് നിങ്ങൾക്ക് വലിയ ആക്സിഡൻ്റ് ഒന്നും ഉണ്ടായില്ലല്ലോ, പിന്നെ എന്തിനാണ് ഇത്രയും ദേഷ്യപ്പെടുന്നതെന്നൊക്കെ ചോദിക്കുന്നു. ഷേർലിനാണെങ്കിൽ പൃഥ്വിയെ ഫോൺ ചെയ്യുകയാണ്. പൃഥ്വിയുടെ മൊബൈലാണെങ്കിൽ പ്രീതയുടെ ബാഗിലിരുന്ന് ബെല്ലടിക്കുന്നു. പ്രീതയാണെങ്കിൽ എടുക്കാൻ ചെല്ലുമ്പോഴത്തേക്ക് ഫോൺ കട്ടാകുന്നു. വീണ്ടും ഫോൺ ബെല്ലടിക്കുന്നു. ബെല്ലടിക്കുന്ന സമയത്ത് ബാഗിൽ നിന്ന് ഫോൺ എടുക്കുമ്പോഴത്തേക്ക് കറക്റ്റ് പൃഥ്വി വന്നിട്ട് മൊബൈൽ വാങ്ങുകയാണ്. പ്രീതയാണെങ്കിൽ ആരാണ് വിളിക്കുന്നതെന്ന് കാണുന്നില്ല. പ്രീതയാണെങ്കിൽ വീണ്ടും നെക്ലേസിനെ പറ്റി ചോദിക്കാൻ വേണ്ടി പൃഥ്വിയോട് ശ്രമിക്കുന്നുണ്ട്. ആ സമയത്ത് പൃഥ്വി പറയുന്നുണ്ട്, പോലീസുകാരാണ് എന്നെ ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുന്നത്, ഞാൻ പെട്ടെന്ന് തന്നെ പോലീസ് സ്റ്റേഷനിൽ പോകണമെന്ന് പറഞ്ഞിട്ട് പോവുകയാണ്. പൃഥ്വിയാണെങ്കിൽ താഴെ ചെന്നിട്ട് ഷേർലിൻ്റെ പേര് സേവ് ചെയ്തേക്കുന്നത് മാറ്റിയിട്ട് മാം 2 എന്നാക്കി മാറ്റുകയാണ്. ഇനി ആരെങ്കിലും മൊബൈൽ എടുത്താലും ഒരിക്കലും സംശയിക്കാൻ പാടില്ല എന്ന് കരുതിയാണ് അങ്ങനെ എഴുതുന്നത്. പൃഥ്വിയാണെങ്കിൽ ഷേർലിനെ ഫോൺ വിളിക്കുന്നു. ഷേർലിനാണെങ്കിൽ വഴക്ക് പറയാണ്, നീ ഇത്രയും നേരം എവിടെയായിരുന്നു, ഞാൻ എത്ര തവണ വിളിച്ചെന്നൊക്കെ ചോദിക്കുന്നു. പൃഥ്വി അപ്പോൾ പറയാണ്, എൻ്റെ മൊബൈലാണെങ്കിൽ പ്രീതയുടെ കയ്യിലായിരുന്നെന്ന്. ഷേർലിൻ പറയണ പൃഥ്വിയോട്, നമ്മളൊന്നൊരു ഫംഗ്ഷന് പോയില്ലേ, അതിനുശേഷമാണെങ്കിൽ നമ്മൾ കാറിൽ കുറച്ച് സമയം ചെലവഴിച്ചായിരുന്നു, അന്ന് നീ എൻ്റെ കഴുത്തിൽ ഒരു നെക്ലേസ് കണ്ടിട്ട് നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞത് ഓർക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നു. പൃഥ്വിയാണെങ്കിൽ ആ നെക്ലേസ് ഓർമ്മയുണ്ടെന്നൊക്കെ പറയാണ്. ഷേർലിൻ പറയണം, അതെനിക്ക് കവിത ആൻറ്റി വാങ്ങി തന്നതാണ്, ഇപ്പം കാണാനില്ല, അതുകൊണ്ട് അത് കാറിനകത്തെങ്ങാനും വീണ് കിടപ്പുണ്ടോയെന്ന് തേടി നോക്കാൻ പറയുന്നു. പൃഥ്വിയാണെങ്കിൽ നെക്ലേസ് കാറിലെല്ലാം നോക്കുന്നുണ്ട്. ഷേർലിനോട് അവിടെയൊന്നും ഇല്ല എന്ന് പറയുന്നു. ഷേർലിൻ സംസാരിക്കുന്നത് കണ്ട് രാധിക അടുത്തേക്ക് വരുന്നു. രാധിക ചോദിക്കുകയാണ്, അമ്മയാണോ സംസാരിക്കുന്നതെന്ന്. അമ്മയാണെന്ന് ഷേർലിൻ പറയുന്നു. അമ്മയോട് സംസാരിച്ചിട്ട് ഒരുപാട് നാളായെന്ന് പറഞ്ഞിട്ട് ഷേർലിൻ്റെ കയ്യിൽ നിന്ന് മൊബൈൽ വാങ്ങുകയാണ് രാധിക. അത് മനസ്സിലാക്കിയിട്ട് പൃഥ്വിയാണെങ്കിൽ ഫോൺ കട്ട് ചെയ്യുന്നു. കാർത്തികയാണെങ്കിൽ പ്രീതയെ ഫോൺ വിളിക്കുന്നു. പ്രീതയെ ഫോൺ വിളിച്ചിട്ട് അച്ചമ്മയ്ക്ക് എങ്ങനെയുണ്ടെന്നൊക്കെ ചോദിക്കുകയാണ്. പ്രീതയാണെങ്കിൽ ഷേർലിൻ്റെ നെക്ലേസ് കിട്ടിയോ എന്ന് ചോദിക്കുന്നു. കാർത്തിക അപ്പോൾ പറയണ, ഷേർലിൻ്റെ സ്വഭാവം എനിക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല, അവളാണെങ്കിൽ ആ നെക്ലേസ് ശരിക്കും തേടുന്നില്ല, അതോ ഇനി എവിടെയെങ്കിലും വിറ്റതാണോ എന്ന് എനിക്ക് സംശയമുണ്ട്, ഇനിയുമെല്ലാം അവൾ നടിക്കുകയാണോന്നും എനിക്ക് സംശയമുണ്ട്, അവളാണെങ്കിൽ എന്നെക്കൊണ്ട് എൻ്റെ പേഴ്സണൽ അലമാര വരെ തുറപ്പിച്ചെന്നൊക്കെ പറയാണ്. ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു. പുതിയ കഥയുമായി വീണ്ടും കാണാം. താങ്ക്